മിൽമയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് കൂടെ കാണാം. മിൽമയുടെ ലോഗൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ മിൽമയുടെ തന്നെ ഒരു അഫിലിയേറ്റഡ് യൂണിറ്റ് ആയുള്ള തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 8 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. CMD വഴിയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. CMD വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ജൂനിയർ സൂപ്പർവൈസർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഔട്ട്സോഴ്സ്ഡ് ബേസിലാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി, നിങ്ങൾക്കിവിടെ കാണാം, ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 22 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നമുക്ക് നോക്കാം. ടോട്ടൽ വേക്കൻസി 11 വേക്കൻസിയാണ്. ജൂനിയർ സൂപ്പർവൈസറാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ നമുക്ക് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതുപോലെ ആലപ്പുഴ എവിടെ ആയിരിക്കും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കാം. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ്സ് വിത്ത് HDC ആണ്. HDC എന്ന് പറയുന്നത് ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ളൊരു ബിരുദം, ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയുള്ള ബിരുദം, ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഈ HDC ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ പ്ലസ് HDC ആണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BCom ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുക. നിങ്ങൾ BCom സ്പെഷ്യലൈസേഷൻ കോപ്പറേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കോപ്പറേഷനോട് കൂടി സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്ന BCom നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. അതായത് BCom നിങ്ങൾ കോപ്പറേഷൻ സ്പെഷ്യലൈസേഷനോട് കൂടി ചെയ്തതാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് BSc കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. BSc ബാങ്കിങ് ആൻഡ് കോപ്പറേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ഇത്തരം നോട്ടിഫിക്കേഷനും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ മാക്സിമം നമ്മുടെ ചാനൽ വഴി തന്നെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലർക്കും പല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, ഏത് നോട്ടിഫിക്കേഷൻ ഇട്ടാലും നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്കും ഷെയറും ഒക്കെ മാക്സിമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം നമുക്ക് എന്താണ് എലിജിബിൾ ആയ ഇപ്പോൾ നമ്മളൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് എലിജിബിൾ ആവില്ല. അതുകൊണ്ട് നിങ്ങൾ അതിൽ വറീഡാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എലിജിബിൾ ആവുന്ന നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് മാക്സിമം ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാക്സിമം വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആക്കി വെക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. മാക്സിമം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ നമുക്ക് ആൻഡ് ഓർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും പാടെ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതല്ലെങ്കിൽ ഫ്രഷേഴ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇതിലേക്ക് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2025 40 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 45 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ് സർവീസ്മാൻ ആണെങ്കിലും ഏജ് റിലാക്സേഷൻ ഉണ്ട്. 23,000 രൂപയാണ് പെർ മന്ത് സാലറി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയുള്ള ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. 200 KB കൂടാൻ പാടില്ല. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. 50 KB ഫയൽ സൈസ് കൂടാൻ പാടില്ല. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട കാര്യം ഞാൻ ഇങ്ങനെ കാണിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റോ, ഇനി ഒറിജിനൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, സ്കാൻ ചെയ്തിട്ട് ഇനി അതോടൊപ്പം തന്നെ ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ CMD ആണ് അതൊക്കെ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ അവർ എങ്ങനെയാണ് ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എങ്ങനെയാണെന്നുള്ളത് അത് ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും. മേ ബി റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കാം, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും, അതിൽ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമായിരിക്കും. അങ്ങനെയൊക്കെ അവർ തീരുമാനിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളെ മാത്രമായിരിക്കും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഇമെയിൽ വഴി SMS വഴി നിങ്ങളെ അറിയിക്കും, അല്ലെങ്കിൽ ഫോൺ കോൾ വഴി ഈ രീതിയിൽ നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇമെയിലൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മിൽമ റിക്രൂട്ട്മെൻറ്റ് കൂടെ കാണാൻ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്നിട്ടുള്ളടത്ത് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അപ്ലിക്കേഷൻ ഫോം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷനൊക്കെ ഒന്ന് വായിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ എന്ന് കൊടുക്കാം. ഇതാണ് നമുക്ക് വളരെ സിമ്പിളായുള്ള ഒരു അപ്ലിക്കേഷൻ ഫോമാണ്. നമ്മൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ഓർ ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്യുന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയെ. ഓക്കെ, ഇവിടെ നമ്മൾ ബേസിക് പേരും മറ്റു കാര്യങ്ങളൊക്കെയാണ്, ബേസിക് ഡീറ്റെയിൽസാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ഫോട്ടോ, ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ് കേട്ടോ. ഫസ്റ്റ് ഇവിടെ കൊടുക്കേണ്ടത് 10ാം ക്ലാസ്സില്ല, ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഏതാണോ നിങ്ങൾക്കുള്ളതെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആഡ് കൊടുത്തിട്ട് അതിൻ്റെ പിന്നെ താഴെ അങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് വിത്ത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിഗ്രിയാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഡിഗ്രി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് +2 കൊടുക്കുക. അതിന് ശേഷം 10th കൊടുക്കുക. അങ്ങനെ ആ ഒരു ഓർഡറിൽ കൊടുക്കട്ടെ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യല്ലേ, സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ ഇവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ ഇവിടെ, ജസ്റ്റ് സിഗ്നേച്ചർ ഇവിടെ. അപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടച്ച് ചെയ്താൽ മതി. നമുക്ക് എന്താണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, ഫോട്ടോ എന്നുള്ളിടത്ത് അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ ഫോട്ടോ വരും, അതുപോലെ സിഗ്നേച്ചർ അങ്ങനെ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. വളരെ സിമ്പിൾ ഫോമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. പിന്നെ അതുപോലെ AFCAT അഡ്മിറ്റ് കാർഡും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലുണ്ട് കേട്ടോ. AFCAT ലേറ്റസ്റ്റ് ജോബ്സിൽ അതുപോലെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഉള്ള ഡേറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ. അതിൻ്റെ ഡയറക്റ്റ് ലിങ്കാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതുള്ളൂ. ഓക്കെ, താങ്ക് യു.